ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിലെ ലാസ്റ്റ് എപ്പിസോഡിൽ എൽദോയെ ജഡ്ജസും കണ്ടസ്റ്റൻസിൽ ചിലരുമൊക്കെ ചേർന്നുകൊണ്ട് നൈസായിട്ട് റാഗ് ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും എൽദോ ഫേക്ക് ആണോ ജെന്യൂൻ ആണോ അങ്ങനെ ഒന്നും പറയാനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല. ആരുടെയും കാര്യത്തിൽ അവർ ഫേക്ക് ആണോ ജെന്യൂൻ ആണോ എന്ന് പറയാൻ അതിനുള്ള സമയമായിട്ടില്ല. പക്ഷെ എൽദോയ്ക്ക് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് എൽദോ പറഞ്ഞ കാര്യങ്ങളിൽ പാളിപ്പോയി എന്നുള്ളതാണ്. എന്താണ് സംഭവം നമുക്ക് പറയാം. ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും വിളിക്കാനുള്ള ഒരു അവസരം എൽദോയ്ക്ക് വരുന്നു. എൽദോ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിട്ട് സോനയെ വിളിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രം ഇവിടെ എത്തി എന്നാണ് പറയുന്നത്. നല്ലൊരു ആക്ട്രസ് ആണ്, അഭിനയിച്ച് നിൽക്കുകയാണ്, ഒരു ഫയർ കാണാനില്ല, ഡിസിപ്ലിൻ തീരെയില്ല, ഡിസിപ്ലിൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് സോനയെ വിളിക്കുന്നു ഇഷ്ടമില്ലാത്ത ആളായിട്ട്. ഇഷ്ടമുള്ള ആളായിട്ട് വിളിക്കുന്നത് നമ്മുടെ ഷാമോനെയാണ്. ഷാമോനെ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഒരു ബിലോ ആവറേജ് മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം ഇടുന്ന എഫേർട്ട് അത് അഭിനന്ദനാർഹമാണ് എന്നാണ് എൽദോ പറയുന്നത്. ഈ ബിലോ ആവറേജ് സാധനം ശരിക്കും എൽദോയെ തിരിച്ച് കടിച്ചു എന്ന് തന്നെ പറയാം. അവിടെയാണ് എൽദോയ്ക്ക് പാളിപ്പോയത്. ഈ ജഡ്ജസിന്റെ കാര്യം പറയാം നമുക്ക്. ജഡ്ജസ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ജഡ്ജസ് അല്ല, കുത്തി കുത്തി ചോദിക്കുന്ന ജഡ്ജസ് ആണ്. ഒരു തരത്തിൽ അത് നല്ലതാണ്. അതായത് ഇപ്പൊ രഞ്ജിനി ആണെങ്കിലും അഖിലാണെങ്കിലും രണ്ടുപേരും ഇവർ പറയുന്നത് അപ്പാടെ വിഴുങ്ങിയിട്ട് ഓക്കെ പോയിക്കോ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ജഡ്ജസ് അല്ല. ഈവൻ സംടൈംസ് റിയാസ് ആണെങ്കിലും അങ്ങനെയാണ്, പറയാനുള്ളത് ചോദിക്കും, ഡൗട്ടുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്താണ് റീസൺ, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്ത് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ മേലിൽ കയറി പോവും. അങ്ങനെ വരുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺ അല്ല ഇവർ പറയുന്നെന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവും. എൽദോയുടെ കേസിൽ പറ്റിയതാണ്. ബിലോ ആവറേജ് എന്ന് പറയുന്ന ഒരു പ്രയോഗം എൽദോ നടത്തിയപ്പോൾ ജഡ്ജസ് അതിൽ കയറി പിടിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ബിലോ ആവറേജ് എന്ന് പറഞ്ഞത് എന്ന് ജഡ്ജസ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എൽദോ നന്നായിട്ട് കിടന്ന് ഉരുണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പറയാനായിട്ടൊരു കാരണമായിട്ട് പറഞ്ഞത് പുള്ളി ഗ്രേറ്റ് ഡ്രൈവറാണ് എന്ന് എൽദോ ഷാമോനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ രഞ്ജിനി ചോദിച്ചു, ഷാമോൻ വണ്ടി ഓടിക്കുന്നത് എൽദോ കണ്ടിട്ടുണ്ടോ? ഉടനെ എൽദോ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ രഞ്ജിനി ചോദിച്ചു, നേരിട്ട് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടോ? ഒരാള് ഗ്രേറ്റ് ഡ്രൈവർ ആണ് അല്ലെങ്കിൽ സ്കിൽഡ് ഡ്രൈവർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് അയാൾ വണ്ടി ഓടിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ. അത് രഞ്ജിനി പോയിന്റ് ഔട്ട് ചെയ്തത് വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് അയാൾ നല്ല ഡ്രൈവർ ആണെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ അയാളുടെ കൂടെ യാത്ര ചെയ്യണം. കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾ വളരെ ഭംഗിയായിട്ട് ഒരു ബ്രില്യൻ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇയാൾ വണ്ടി ഓടിക്കുന്നതിനോടൊപ്പം നമ്മൾ വേറൊരു വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇയാൾ ടേണിംഗ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ, ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ, എത്ര വേഗതയിലാണ് പോകുന്നത്, ഇയാളുടെ സ്കിൽസ് പ്രൂവ് ചെയ്യുന്ന തരത്തിൽ ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇയാളെ കൂടെ ഏതെങ്കിലും രൂപത്തിൽ ഇയാളുടെ വണ്ടിയുടെ പുറകെ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും. കുറച്ചൊന്നും പോരാ, കുറച്ചധികം സഞ്ചരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇയാൾ ഇരിക്കുന്ന വണ്ടി കൂടെ ഇരിക്കേണ്ടി വരും. ഇതല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഇദ്ദേഹം നല്ലൊരു ഡ്രൈവറാണ് എന്ന് പറയാൻ പറ്റില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഡ്രൈവർ എന്ന് നമ്മൾ ഒരാളെ പറയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരം എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കണം. അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതിയെ സ്റ്റഡി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനം അദ്ദേഹത്തിന് ഗ്രേറ്റ് ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇവിടെ ഷാമോനോട് ഒരു പക്ഷേ എൽദോയ്ക്ക് തോന്നുന്നത് ഒരു സിമ്പതിയാണോ, അതല്ലെങ്കിൽ പരിമിതമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ ഒരു ലെവലിലോട്ട് വളർന്നു വന്നയാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യമാണോ എന്നറിയില്ല. പക്ഷേ ഷാമോനെ പുകഴ്ത്താനാണെങ്കിൽ ഈ ബിലോ ആവറേജ് എന്ന് പറയുന്ന ഒരു വാചകം അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. ഈ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ അനാവശ്യമായിട്ട് വാക്കുകൾ തിരികെ കയറ്റി കഴിഞ്ഞാൽ പണി കിട്ടുന്നത് അങ്ങനെയാണ്. ഷാമോൻ ടാസ്കുകളിലൊക്കെ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഹാർഡ് വർക്കിംഗ് പേഴ്സണായിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നല്ലൊരു BB മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് എൽദോ പറഞ്ഞതെങ്കിൽ അതിൻ്റെ മേലിൽ ജഡ്ജസിന് കൂടുതൽ കയറി പോകാൻ പറ്റില്ല. മറിച്ച് ഇവിടെ എൽദോ പറഞ്ഞത് ബിലോ ആവറേജ് ആണ്, പക്ഷെ പുള്ളി ഭയങ്കര എഫേർട്ട് ഇടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ബിലോ ആവറേജ്, എന്തുകൊണ്ട് ബിലോ ആവറേജ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അതുപോലെ ഈ ഗ്രേറ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞതും എൽദോയ്ക്ക് പണിയായി. രഞ്ജിനി പറയുന്നുണ്ട് ഈ ഒരു എഡിറ്റിങ്ങിന്റെയും AI-യുടെയും ഒക്കെ ഈ ലോകത്ത് എന്തും കാണിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പ്രിയങ്ക ചോപ്ര വരെ ആവാം എന്ന് രഞ്ജിനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എൽദോ ഈ പറയുന്ന ഷാമോന്റെ ഒരു റീല് കണ്ടതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം നല്ലൊരു ഡ്രൈവർ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് രഞ്ജിനി കൃത്യമായി പറയുന്നുണ്ട്. അതിന് മുന്നേ എൽദോ പറയുന്നുണ്ട് അദ്ദേഹം 100 കിലോമീറ്റർ വേഗത്തിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്രേറ്റ് ഡ്രൈവർ ആയത്, തനിക്ക് അങ്ങനെ തോന്നിയത് എന്ന്. അവിടെയും പണി പാളി.
100 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന എല്ലാവരെയും നമുക്ക് ഗ്രേറ്റ് ഡ്രൈവർ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ ഈ ബൈക്കിലൊക്കെ സ്റ്റണ്ട് നടത്തുന്ന പിള്ളേരൊക്കെ ചുമ്മാ പോകുന്ന ഒരു ദൂരമാണ് അതൊക്കെ. സോ 100 കിലോമീറ്റർ ഒന്നും ഇന്നത്തെ കാലത്ത് വലിയ ദൂരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്പീഡൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റുകൾ ഒന്നും തന്നെ അവിടെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. സോ എൽദോയുടെ കയ്യിൽ നിന്ന് പോയി സംഗതി. അവസാനം ജഡ്ജസ് എല്ലാം കൂടെ എൽദോയെ എടുത്തിട്ട് ട്രോളുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എല്ലാവരും ട്രോളി. അത് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം രഞ്ജിനി പറയുന്നുണ്ട്, ഞാൻ ബയോയിൽ ഉണ്ടായിരുന്ന ഷവൽ നിനക്ക് തരാം, ആ ഷവല് നീ കുത്തിയിട്ട് നീ തന്നെ അതിനകത്ത് ചാടി ചാവുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വരെ രഞ്ജിനി പറഞ്ഞു. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പോയി ചത്തോ എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അങ്ങനെ അങ്ങ് ആക്കി വിട്ടു. ഇത് അവിടെ നടന്ന കാര്യങ്ങളാണ്. ബട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നത് എൽദോ ഒരു നല്ല BB മെറ്റീരിയൽ ആയിട്ട് വന്നേക്കാം. ഒരു നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എൽദോ എന്ന് തോന്നുന്നുണ്ട്. പുള്ളി മാസ്ക് ഇട്ടിട്ടാണോ നിൽക്കുന്നത് അതോ മാസ്ക് ഇടാതെയാണോ നിൽക്കുന്നത്, ഇതാണോ റിയൽ ക്യാരക്ടർ, അതൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല. അത് ബിഗ് ബോസിനകത്ത് ചെന്നതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര പെട്ടെന്നായി പോവും. അത് ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശം കാര്യമാണ്. ഒരു ഷോയിൽ ഒരാൾ വന്ന് ഉടനെ തന്നെ നമ്മൾ കയറി അദ്ദേഹത്തെ എങ്ങനെ ജഡ്ജ് ചെയ്യും? അത് ശരിയല്ല. ചിലപ്പോൾ നമ്മുടെ തോന്നലുകൾ ശരിയായിരിക്കാം. മൂപ്പര് ചിലപ്പോൾ ഇനി മാസ്ക് ഇട്ടിട്ടായിരിക്കാം നിൽക്കുന്നത്, അത് ചിലപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് കുറച്ചും കൂടി സമയം വേണം. അത് ബിഗ് ബോസിനകത്ത് അദ്ദേഹം കയറിയതിനു ശേഷം മാത്രമേ നമുക്കത് കയറുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു BB മെറ്റീരിയൽ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു എൽദോ വേണമെങ്കിൽ ബിഗ് ബോസിൽ കയറിയാൽ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.